അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ഇന്ത്യയിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പല നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും അവർക്ക് അനുകൂലമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആരോപണവും ശക്തമാണ്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യങ്ങൾ? നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് രാജ്യത്തെ സ്നേഹിക്കുന്ന വരും തലമുറകൾക്കും അന്തസ്സായിട്ട് നമ്മുടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം പലർക്കും അറിയില്ല എന്താണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കുപ്രസിദ്ധി ആർജിച്ച ഒരു സംവിധാനമാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന അമേരിക്കൻ ഭരണകൂടമല്ല. അതിൻ്റെ ഉള്ളിൽ ഈ ഭരണകൂടത്തിന് പുറകിൽ ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ ഒരു ശക്തിയുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അവർ ടാർഗറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഈ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാക്കുക. അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്ത് സ്വന്തം രാജ്യത്തിനെ ഒരിക്കലും ആരും ചോദ്യം ചെയ്യാത്ത രീതിയിൽ തലയുയർത്തി നിർത്താനായിട്ട് പ്രേരിപ്പിക്കുക. ഇതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കുറച്ചുകൂടി ഒന്ന് രണ്ട് വാക്കുകൾ ചേർത്താൽ, സെൻസോട് ചേർത്താൽ, ഇപ്പോൾ സർക്കാരിന് നേരിട്ട് മറ്റൊരു രാജ്യത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരാൻ കഴിയാത്ത ചില സാഹചര്യം, അതിനെ ഈ ഡീപ് സ്റ്റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പല അന്തഃഛിദ്രങ്ങളും മറ്റ് ശത്രുരാജ്യങ്ങളായി അവർ കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങൾക്കുള്ളിൽ അതിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് അതത് രാജ്യങ്ങൾക്ക് സഹായകരമായി പ്രവർത്തിക്കുക, അങ്ങനെ ഒന്നാണ് ഡീപ് സ്റ്റേറ്റ്. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ജോ ബൈഡൻ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും ഭരണാധികാരികളാണ്. അത് നയതന്ത്രം, അതൊരു വഴിക്ക് നടക്കും. അതൊരു വഴിക്ക് നടക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അമേരിക്കൻ താല്പര്യങ്ങൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അവർ തന്നെ എപ്പോഴും വളരെ ഇതെന്താണ് അഭിമാനത്തോടെ പറയുന്നതാണ് അമേരിക്കൻ സാർ, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഡെമോക്രസി എന്ന് അവരെപ്പോഴും പറയാറുണ്ട്. അത് പറയാനുള്ളൊരു കാരണം വെച്ചാൽ ഞങ്ങൾക്ക് മേലെ ഡെമോക്രസി വളർന്നു വരരുത് എന്നുള്ള ദുരുദ്ദേശവും കൂടി എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് രാജ്യം ഇപ്പോൾ നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാളേറെ ഏറ്റവും മികച്ച ഡെമോക്രസിയായി കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കണ്ണുകടി ഇവർക്ക് ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൽ, ഇപ്പോഴത്തെ ഭരണകൂടത്തിന്. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേവലം ഈ അമേരിക്കയുടെ താല്പര്യം മാത്രമല്ല, ഇവരോട് ചേർന്ന് നിൽക്കുന്ന വേറെ ചില സംവിധാനങ്ങൾ കൂടിയുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ജോർജ് സോറോസ് എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ നിക്ഷിപ്ത താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ചില NGOs, ഹിൻഡൻബർഗ് പോലുള്ള ചില സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഈ ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന ഫോർഡ് ഫൗണ്ടേഷൻ പോലുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇവർക്കൊന്നും പണത്തിനൊരു ക്ഷാമമില്ല. അവർ ലക്ഷക്കണക്കിന് ഡോളർ ഇതിനുവേണ്ടി ചിലവഴിക്കാൻ തയ്യാറാണ്. ആ ഡോളറുകൾ അവരെങ്ങനെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ലക്ഷ്യം വയ്ക്കുന്ന രാജ്യങ്ങളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 2019 നരേന്ദ്രമോദി ജയിച്ചതിന് ശേഷം പല വിഷയങ്ങളും അതിൽ കണ്ടു. കർഷക സമരങ്ങളായിട്ട്, അതുപോലെ തന്നെ ടൂൾ കിറ്റുകളായിട്ട്, അദാനിക്കെതിരെ നമ്മൾ കണ്ടതാണ്. ടൂൾ കിറ്റുകളായിട്ട് വരും, അതുപോലെ ടുക്കട ഗാങ്. നമ്മൾ തമാശയായിട്ട് പറഞ്ഞ പോലും ഇവർക്കെല്ലാം ഫണ്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ടീമുകളാണ്. അതുപോലെ ഷഹീൻ ബാഗ് സമരം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പോൾ ശംഭു ബോർഡറിൽ കഴിഞ്ഞ 200 ദിവസമായിട്ട് കർഷകർ സമരം ചെയ്യുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. കാരണം ഇവരുടെ ഡിമാൻഡ് നേരത്തെ തന്നെ സർക്കാർ അംഗീകരിച്ച്, ഇവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നത്. അത് സർക്കാർ പിൻവലിച്ചു. അപ്പോൾ അവരുടെ ഡിമാൻഡ് എന്ത് ചെയ്യപ്പെട്ടു? പൂർത്തീകരിക്കപ്പെട്ടു. ഇനി എന്തിനാണ് സമരം ചോദിച്ചാൽ അവർ പുതിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം. അപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കർഷകരെ സഹായിക്കലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കർഷകർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കലല്ല, മറിച്ച് ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ല, കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ, ഇപ്പോൾ അടുത്തിടെ ബംഗാളിൽ നടന്ന അക്രമ പരമ്പര, അത് വളരെ പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറുകയാണ്. സ്വഭാവം അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പോലും മണിക്കൂറുകൾ കൊണ്ട് മാറുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഈ ലക്ഷ്യം വയ്ക്കുന്ന രാജ്യങ്ങളെ
അവിടുത്തെ ഭരണകൂടത്തെ കൃത്യമായി അലോസരപ്പെടുത്തുക, അതിന് കർഷകരെയും വിദ്യാർത്ഥികളെയും മറ്റ് അന്തഃഛിദ്രങ്ങൾ ഉണ്ടാക്കാവുന്ന മറ്റ് എവിടെയൊക്കെ ഉണ്ടാക്കാമോ, ഒരു പരിധിവരെ റെയിൽവേ അപകടങ്ങളെപ്പോലും നമ്മൾ നിരന്തരമായി ഉണ്ടാകുന്ന റെയിൽവേ അപകടങ്ങളെപ്പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതും ബാഹ്യശക്തികളുടെ ഇടപെടൽ എന്നുള്ളതാണ്. അപ്പോൾ അത് ആത്യന്തികമായി പറഞ്ഞാൽ ലക്ഷ്യം വെക്കുന്ന രാജ്യങ്ങളുടെ ഭരണകൂടത്തെ മറിച്ചിടാനായിട്ടുള്ള ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം പല രൂപത്തിലും വേഷത്തിലും ഭാവത്തിലും ആ ശത്രു രാജ്യത്തിനുള്ളിൽ പ്രകടമാക്കുക. അതെ അതെ. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കേസ് സാർ പറഞ്ഞല്ലോ, ബംഗ്ലാദേശിലെ ഷേഖ് ഹസീനയുടെ ഭരണം അട്ടിമറിച്ച അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. അതെ, അത് ഷേഖ് ഹസീന തുറന്നു പറഞ്ഞു. അവർ പറഞ്ഞത് എന്താ, അമേരിക്കയ്ക്ക് ഒരു എയർബേസ് അവർ ബംഗ്ലാദേശിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ ന്യായമായിട്ട് ഇവർ ഈ പറഞ്ഞു അങ്ങനെ എയർബേസിൻ്റെ ആവശ്യം പിന്നെ നിങ്ങൾക്ക് ബംഗ്ലാദേശിലില്ല, കാര്യം അത്രത്തോളം വിഷയങ്ങളെന്നുള്ളൊരു സ്ഥലമല്ല, അതുകൊണ്ട് തരാൻ നിർവാഹമില്ല എന്ന് അവരപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മറുപടിയും കൊടുത്തു. അതിൽ കലിപൂണ്ട അമേരിക്കയാണ് ഈ ഷേഖ് ഹസീനയുടെ പിന്നെ സർക്കാരിനെ അട്ടിമറിച്ചത്. അതായത് ആ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലാണ്. അവിടെ ഒരു കലാപം ഉണ്ടാക്കി. ആ കലാപത്തിൻ്റെ സീക്വൻസ് സാർ ശ്രദ്ധിച്ചാൽ ഭയങ്കര രസകരമാണ്. അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടാണ് അവസാനം തുടങ്ങുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യം എന്തായിരുന്നു, സംവരണം എടുത്തു കളയണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആവശ്യം. അവിടെ ബംഗ്ലാദേശിലുണ്ടായിരുന്ന സമരം. ഇത് ഈ സമരം മുറുകി അവസാനം അവരുടെ രണ്ടാമത്തെ ഡിമാൻഡായിട്ട് മാറി ഷേഖ് ഹസീന രാജിവെക്കണം എന്നായി. ഷേഖ് ഹസീന പിന്നെ രാജിവെച്ചിട്ട് നേരെ ഇന്ത്യയിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ഒരു ആവശ്യം എന്താണെന്നറിയോ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവിടെ വിട്ടുപോകണം. അങ്ങനെ വിട്ടുപോകാത്ത ഹിന്ദുക്കളെയൊക്കെ വളരെ പൈശാചികമായി കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുകയും ഇവൻ സർക്കാർ ജോലിയിലുള്ള ഹിന്ദുക്കളുടെ ആളുകളെ ഇവർ പോയി നിർബന്ധിച്ച് രാജി എഴുതി വായിപ്പിക്കുന്ന സമീപനങ്ങൾ നമ്മൾ കണ്ടതാണ്. പോലീസുകാർ ഒളിച്ചോടിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല, അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം ഫണ്ട് ചെയ്ത് പിന്നെ മാത്രമല്ല അമേരിക്കയുടെ ഒരു പാവയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പിന്നെ പ്രധാനമന്ത്രി അതെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന നോബൽ പ്രൈസ് വിന്നർ എന്ന് പറയുന്നത് ഇവരുടെ പാവയാണ്. അപ്പോൾ അവർ ഈ വിദ്യാർത്ഥികൾ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു, യൂനിസിനെ കൊണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ ഇടയ്ക്കൂടി ഇടപെട്ടോട്ടെ. അതായത് ഇവർ ലക്ഷ്യം വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവിടെ ആരെ പ്രതീക്ഷിക്കണമെന്നുള്ള ഒരു നേരത്തെ മുൻകൂട്ടി ചിന്ത ഉണ്ടാവുകയും അവരെ പരുവപ്പെടുത്തി എടുത്തുകൊണ്ട് വരികയും ചെയ്യും. ഇപ്പോൾ തന്നെ നോബൽ പ്രൈസ് സമ്മാന ജേതാവാണ് അയാൾ. അപ്പോൾ ഇങ്ങനെ പരുവപ്പെടുത്തി ഒരാളെ നിർത്തിയിരിക്കും, സമയം കിട്ടുമ്പോൾ അതിലൊരാളെ ഇവിടെ കൊണ്ട് ഇരുത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ രൂപത്തിൽ പിന്നെ ബംഗ്ലാദേശിനെ ടോപ്പിൾ ചെയ്തു, അവിടുത്തെ സർക്കാരിനെ ടോപ്പിൾ ചെയ്തു. അവിടെ ഒരു അനാർക്കി ഇവർ ഉദ്ദേശിച്ച പോലെ അവിടെ വിജയിച്ചു. സമാനമായ ഒരു സാഹചര്യമാണ് അവർ ഇന്ത്യയിലും ആഗ്രഹിക്കുന്നത്. അതെ. അപ്പോൾ ഇവിടെ നമ്മളാരെങ്കിലും പിന്നെ നരേന്ദ്രമോദി അമേരിക്ക ഉപദ്രവിച്ചിട്ടൊന്നുമല്ല ഇത് സംബന്ധിച്ച്, മാത്രം അത് അവരുടെ ഒരു അമേരിക്കാരുടെ പൊതു രീതിയാണ്. അല്ല, ഇതിപ്പോൾ ഇവരെ നമുക്ക് പ്രത്യക്ഷത്തിൽ തെളിവുകളില്ലാത്തൊന്നും പറയാൻ കഴിയില്ല, എല്ലാ ഊഹാപോഹങ്ങളും നമ്മൾ തള്ളിക്കളയേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പം ഷേഖ് ഹസീന ഒരു ആവശ്യം നിഷേധിച്ചു എന്നല്ല, നമ്മളൊരു ആവശ്യവും അമേരിക്കയുടെ ആവശ്യം നിഷേധിച്ചിട്ടില്ല. അമേരിക്കയ്ക്ക് പിന്നെ ഇന്ത്യയോടും നരേന്ദ്രമോദിയോടും വൈരം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വികസനമാണ്. ഒന്ന്, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ രാജ്യത്തിന് കഴിഞ്ഞ കുറച്ചുകാലം കൊണ്ട് കിട്ടിയ അംഗീകാരമാണ്. പിന്നെ ലോക നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി വളർന്നു വരികയും ചെയ്യുന്നു. ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരവിടെ ഇടപെട്ടിട്ടും പിന്നെ ഒരു ഫലം ഉണ്ടായില്ല. മറിച്ച് നരേന്ദ്രമോദി ചെല്ലുമ്പോഴേക്കും അവിടെ ചർച്ചകൾ നടക്കുന്നു, യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിലൊക്കെ വലിയ അസൂയയാണ് ഈ രാജ്യത്തിന്. മാത്രമല്ല, ഇന്ന് അമേരിക്ക വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത രണ്ട് ലോക നേതാക്കളെ ഉള്ളൂ. ഒന്ന് പിന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും, രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. ഒരു തരത്തിലെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല രണ്ടാളുകളെയും. എന്നാൽ രണ്ടാളുകളും ശക്തരുമാണ്. അവരുടെ രാജ്യത്തിൽ രണ്ടു പേർക്കും എന്താണ് ഈ ജനപിന്തുണയുണ്ട്. രണ്ട് രാജ്യത്തിലെയും ജനങ്ങൾക്ക് ഈ നേതാക്കളിൽ വലിയ വിശ്വാസമുണ്ട്. മാത്രമല്ല രണ്ട് രാജ്യങ്ങൾക്കും പിന്നെ ഒരു പൊതു സ്വഭാവം കൂടിയുണ്ട് ഈ രണ്ട് നേതാക്കൾക്കും. കാരണം നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെ ഉണ്ടാക്കി ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഈ രണ്ട് നേതാക്കളെയാണ് ഇപ്പോൾ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ തർക്കാൻ കഴിയുന്നത് ഇന്ത്യയാണ്. എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ തുടക്കത്തിൽ സാർ ചോദിച്ച പോലെ നമ്മൾക്കുള്ളിൽ തന്നെ ശത്രുക്കളുണ്ട്. പ്രധാനമന്ത്രി ഒരിക്കൽ പറയും നമുക്ക് ഏറ്റവും വെല്ലുവിളി നമ്മുടെ രാജ്യത്തിനകത്തു നിന്നാണ്. അതാരൊക്കെയാണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കർഷകരുടെ രൂപത്തിൽ വരുന്ന ആളുകളും, അല്ലെങ്കിൽ സിഖുകാരെ രക്ഷിക്കാൻ എന്നുള്ള രൂപത്തിൽ വരുന്ന ആളുകളും, ഇല്ല എങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വരുന്ന എന്ന് പറയുന്ന ആളുകളും, പിന്നെ ഇവിടുത്തെ ചില എന്താണ് ഈ ഇടത് ഇക്കോസിസ്റ്റം രാജ്യത്തെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നൊക്കെ വിലപിക്കുന്ന
ഇടത് സംവിധാനങ്ങൾ. ആദ്യം രാജ്യം 4ആയി, സൗത്ത് വെസ്റ്റ്, അതെ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതെ എന്നിട്ട് വീണ്ടും അത് കട്ടിങ് സൗത്തിലേക്ക് വന്നു. അത് നടക്കാൻ വന്നപ്പോൾ ഇങ്ങോട്ട് വരുന്നു. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കയറി കുറിച്ച് കളയുക. അതെ. അപ്പോൾ ഇവരൊന്നും അവരുടെ സ്വന്തം ഇഷ്ടത്തോടെ വരുന്നതല്ല. ഇവരെല്ലാം എന്താണ് ഡ്രൈവ് ചെയ്യുകയാണ്. ആര്? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഡ്രൈവ് ചെയ്യുകയാണ്. ഇവർക്ക് ആവശ്യമായ പണം കൊടുക്കുന്നു, മറ്റെന്തെങ്കിലും സൗകര്യം ഉണ്ട് അതെല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ആളുകൾ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യുക? ഒരു കലാപം ഉണ്ടാക്കുക. നമ്മളിപ്പോൾ ഒരു കുടുംബത്തിനെ നമ്മൾ തകർക്കാൻ ശ്രമിക്കണമെങ്കിൽ അതിനകത്തുള്ള ഒരുത്തനെ വെള്ളം വാങ്ങിച്ചു കൊടുത്ത്, മദ്യമോ കഞ്ചാവ് വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ കുടുംബം അലങ്കോലാവുമല്ലോ. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അതിനെ സഹായിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് നമ്മളെ കാണുന്നവരും അറിയുന്ന ഒരു സംഭവമാണ്. ഇദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് അവിടെ ഒരു റിക്വസ്റ്റ് നടത്തി അമേരിക്കൻ സർക്കാരിനോട്. അതായത് നിങ്ങൾ ലോകത്തിലെ വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ, ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ഇടപെടണം, സഹായിക്കണം എന്ന് പറയാൻ. നോക്കൂ, രാജ്യത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ, പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണ്. അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല ഈ പോകുന്ന സമയത്ത്. പക്ഷേ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കാമോ? ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോൾ എന്താണ്, ഒരു പരിധിവരെ ഈ കോൺഗ്രസിൻ്റെ പിന്തുണയും ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റിന് ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാര്യം ഈ പ്രവൃത്തികൾ എങ്ങനെയാണ്, അവരുടെ നേതാവിൻ്റെ പ്രവൃത്തികൾ ആ രൂപത്തിലാണ് പോകുന്നത്. നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നു, കോൺഗ്രസിനെതിരെ വരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ഈ ചില ഭൂതപ്രേത കഥകളെ പോലെ അവിശ്വസനീയമെന്ന് പറഞ്ഞ ആൾക്കാർ ഇത്തരത്തിലുള്ള ഡീപ് സ്റ്റേറ്റിനൊക്കെ തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ ചുറ്റുപാടും നമ്മൾ ചില കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് വിസിബിൾ ആയിരിക്കില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് തന്ത്രം എന്ന് പറയുന്നത്. വിസിബിൾ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു നമുക്ക് രാജ്യത്തിനകത്തും ശത്രുക്കളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനും അതിനപ്പുറത്തേക്കൊന്നും പറയാൻ സാധിക്കില്ല. അതെ. അതാണ് ഇപ്പോൾ ഇതിനൊരു ഒരു മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ബംഗ്ലാദേശിൽ ഒരു 2 ദിവസം മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായി. കുറേ ആളുകളെ അത് ബാധിച്ചു. അതെ. ഇത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഈ സംഭവത്തെ ഗ്ലോബൽ ലെവലിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താനാണ് ഉപയോഗിച്ചത്. അത് അവർ പറഞ്ഞത് നമ്മൾ ഡാം തുറന്നു വിട്ട് ബംഗ്ലാദേശികളെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. എന്നതിന് പകരമായിട്ട് അവിടെ ബംഗാളികളുടെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് നമ്മൾ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു, മോദിയാണ് ഉത്തരവാദി എന്നുള്ളതിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ പ്രതികരിച്ചു. CNN 27-ാം തീയതി, ഓഗസ്റ്റ് മാസം 27-ാം തീയതി അവരിൽ ആർട്ടിക്കിളിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ അക്കോർഡിന് വിരുദ്ധമായിട്ട് ഡാമിലെ വെള്ളം തുറന്നു വിട്ട് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. എന്തിനാണ് ഇവരെങ്ങനെ ചെയ്തത്? ഒന്നെന്ന് പറയുന്ന ഒരു ഡാമല്ല, ഫറാക്ക ഡാം എന്ന് പറയുന്ന ഒരു ബരാജാണ്, തടയണയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മൺസൂണിലും അത് തുറന്നിടും. കാരണം ഇല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും. മാത്രമല്ല ബംഗ്ലാദേശ് അറിയാമല്ലോ, ബംഗ്ലാദേശ് ഒരു എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. 2015 വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ 30 ലക്ഷം ആളുകൾ ഈ മൺസൂൺ കാലയളവിൽ എപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയെ കഴിയുന്നവരാണ്. അതിനനുസരിച്ചുള്ള സംഭവം ചെയ്യണമെന്ന് 2015 വേൾഡ് ബാങ്ക് പറഞ്ഞാണ്. അങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നിൽക്കവെയാണ് ഇവർ പറയുന്നത് മുക്കിക്കൊല്ലാൻ ശ്രമിച്ചെന്ന്. നിർഭാഗ്യവശാൽ ഈ സത്യം അറിയാതെ നമ്മുടെ നാട്ടിലെ ചില സമൂഹ മാധ്യമങ്ങൾ ഇതിൽ പെട്ടുപോയി. അവർ ഈ രൂപത്തിലൊക്കെ സംഭവം ചില വാർത്തകളൊക്കെ ഇവർ തന്നെ കൊടുക്കുകയും ചെയ്തു, നമ്മുടെ ഇന്ത്യയിൽ മലയാളത്തിൽ തന്നെ. അതായത് മോദിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ബംഗ്ലാദേശിനെ മുക്കും എന്നൊക്കെ തരത്തിലുള്ള സംഭവം ചെയ്തു. അതൊക്കെ തെറ്റിദ്ധാരണ കാര്യമറിയാതെയുള്ള ആയിരിക്കാം. അപ്പോൾ കാര്യം അറിയാതെ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ വൈരം കൂടും. കാര്യം ബംഗ്ലാദേശിൽ വിപ്ലവം ഉണ്ടായി, അതായത് അവിടെ സമരം നടന്നു ഇന്ത്യക്കെതിരെ. എന്താണ് ഇന്ത്യ അവിടുത്തെ ജനങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത്, അവിടെ പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ യഥാർത്ഥ വസ്തുത എന്താണ്? ഇവർ പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല അൽ ജസീറ ഇതേ വിഷയത്തെ വളരെ വ്യാപകമായിട്ട് വലിയ വാർത്തയായിട്ട് സാധനം കൊടുത്തു. അപ്പോൾ ഇതൊക്കെ എന്താ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ സോറോസ് ഗാങ്ങുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർനാഷണൽ ഇമേജ് ഉണ്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യയും. അതിനെങ്ങനെ താർക്കാം, അതിന് വേണ്ടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഈ വെള്ളപ്പൊക്ക ഇഷ്യൂസിനെ അവർ പൊക്കിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ രാജ്യത്തെ അന്തർദേശീയ തലത്തിൽ നീർത്തിക്കെട്ടാമോ, ആൻറ്റി ഇന്ത്യ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെ വളർത്തിയെടുക്കാമോ, ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ രാജ്യം 2027 മൂന്നാം സാമ്പത്തിക ശക്തിയായി മാറും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയും. അതിന് തടസ്സം ഉണ്ടാകാൻ വഴിയില്ല. അതായത് 3 ട്രില്യൺ 5 ട്രില്യൺ അതിൽ നിന്നും 10 ട്രില്യൺ അങ്ങനെ 2047 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം 1ാം സ്ഥാനത്തേക്ക് എന്നുള്ള
ഒരു വലിയൊരു സങ്കല്പം വെച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്, ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചിന്തയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജനതയെ, ആ ജനതയെ എങ്ങനെ തമ്മിലടുപ്പിച്ച് പിന്നെ എന്താണ് കുട്ടിച്ചോറാക്കാൻ നോക്കണം. ഈ കാസ്റ്റ് സെൻസസ് ഒക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മളിതൊക്കെ കാണണം. ഇപ്പോൾ ഇന്ന് രാവിലെ വിനേഷ് ഫോഗട്ട് നമ്മൾ ചർച്ച ചെയ്ത താരം ഇത് ശംഭു ബോർഡറിലെ ഫാർമർ കോൺടെസ്റ്റിൽ പോയി പങ്കെടുത്തിരിക്കുകയാണ്. അവർക്ക് പിന്തുണയായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ വലിയൊരു ഗ്യാങ്, ഈ സൊറോസ് നയിക്കുന്ന ഒരു ഗ്യാങ് ഇന്ത്യക്കകത്ത് തന്നെ വളരെ സജീവമാണ്. ഇവർ നമ്മുടെ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാനായിട്ട്, അതായത് ജാതിയുടെയും മതത്തിൻ്റെയും മറ്റ് പേരുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇതിനകത്ത് ആഭ്യന്തര കലഹം ഉണ്ടാക്കി ആ കലഹത്തിൽ കൂടി രാജ്യത്തിൻ്റെ വളർച്ചയെ എങ്ങനെ മുരടിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഈ മധ്യ കാലഘട്ടത്തിൽ കണ്ട പോലെ ആഫ്രിക്കൻ സ്ലേവ്സ് ഇല്ലേ, ആഫ്രിക്കൻ അടിമകൾ, ആ തരത്തിലേക്ക് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ആ അജണ്ട നമ്മുടെ നാട്ടിലുള്ള ഓരോ ജനങ്ങളും മനസ്സിലാക്കണം. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട്, അത് രാഷ്ട്രീയമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലായിക്കോട്ടെ, ആ കുത്തിത്തിരിപ്പിൻ്റെ പിന്നിലെ ലക്ഷ്യം ഇതാണ് തിരിച്ചറിയുകയും നാളെ നിങ്ങളുടെ തലമുറയ്ക്ക് നമ്മുടെ രാജ്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഇല്ലാക്കാനുള്ള ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ ഓരോ മലയാളികളും തയ്യാറാവണം. ഒരുപക്ഷെ നമ്മുടെ സർക്കാരിന് പ്രത്യക്ഷമായി മുന്നോട്ട് വന്നിട്ട് ഇത്തരം സംശയങ്ങളൊന്നും ആൾക്കാരുടെ മധ്യേ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്, ചുരുക്കം ചില മാധ്യമങ്ങൾ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ അതിന് ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്, രാജ്യത്തോടൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മളുടെ ഇവിടുത്തെ ഓരോ പൗരനും അവകാശമുണ്ട്, പിന്നെ ധാർമ്മികതയുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് അവസരം നമ്മൾ പോലും ചർച്ചയ്ക്ക് എടുത്തത്. നമുക്ക് കഴിയാവുന്ന രീതിയിൽ ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആധുനിക കാല വിക്രിയകൾ, അവരുടെ പേരുകൾ നമ്മുടെ രാജ്യത്തേക്ക് ഓടിക്കഴിഞ്ഞു, പല വിധത്തിലും പല രൂപത്തിലും വേഷത്തിൽ വന്നേക്കാം എന്ന് പറയാനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആനുകാലികത്തിൽ ഈ ചർച്ച. തീർച്ചയായിട്ടും. മാത്രമല്ല ഇതിൻ്റെ പുതിയ വിവരങ്ങൾ നമ്മൾ വരും ദിവസങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്യും. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഒരു 1-2 ദിവസം കൊണ്ട് തീരുന്ന ഒരു സംവിധാനമല്ല. ഇപ്പോൾ നമ്മളൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാതെ പോലും നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെ വാട്സപ്പ് വഴിയോ മറ്റ് സാമൂഹിക പരത്തുകയോ അതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്നുള്ള രീതിയിൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതെ, അതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. ഓക്കെ.